ഞാൻ ഉമ്മ കൊടുത്തത് കാർട്ടൂണിനല്ല കേട്ടോ. ഇവിടെ ഗോപ്രോയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഗോപ്രോയ്ക്കാണ് ഞാൻ ഉമ്മ കൊടുത്തത്. കാരണം എൻ്റെ 11 മാസം ആവാറായ ഗോപ്രോ മാക്സ് അവർ മാറ്റിയിട്ട് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. പൊട്ടിച്ചിട്ടില്ല. നിങ്ങളെ മുമ്പ് വെച്ച് തന്നെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇത് സംഭവം ഞാൻ വെള്ളത്തിലിറക്കി. അപ്പോഴത്തേക്ക് ഇത് വാട്ടർ ഡാമേജ് ആയിപ്പോയി. പിന്നെ ഓൺ ആവുന്നില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ ആദ്യം പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. മുങ്ങി എണീക്കട്ടോ. പക്ഷെ അത് കാരണം ക്യാപ്പ് ഇട്ടിട്ടേ അടിയിൽ പോയിട്ട് ഹായ് നമസ്കാരം പറയുന്ന ഓണാണ്. വെട്ടം എവിടെയാണോ അതിൻ്റെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ആ വെള്ളത്തിലിറക്കിയ വീഡിയോ കണ്ടല്ലോ. ഞാനൊരു വെള്ളത്തിലിറങ്ങി ഒരു ഇൻട്രോ എടുത്തതായിരുന്നു. വെള്ളത്തിൽ നിന്ന് കയറിയപ്പോഴത്തേക്ക് ഗോപ്രോ ചത്ത്. പിന്നെ ഗോപ്രോയ്ക്ക് അനക്കമൊന്നും ഇല്ലായിരുന്നു. ഓണാക്കി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ഉണക്കിയൊക്കെ നോക്കിയിട്ടും ഗോപ്രോ ഒരു ചലനവും ഇല്ല. അങ്ങനെ ഞാൻ ബാബാസിൽ നിന്നാണ് ആ ഗോപ്രോ വാങ്ങിയത്. നേരെ ബാബാസിലൊന്ന് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഗോപ്രോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ടു. റിപ്ലൈ ഒന്നും കിട്ടിയില്ലായിരുന്നു. ആദ്യം ഒന്നും റിപ്ലൈ ഒന്നും കിട്ടിയില്ല. പിന്നെ രാഹുൽ രാജ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അവനെ ഞാൻ വിളിച്ചു. അവനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ നേരത്തെ ഇതുപോലെ ഒരെണ്ണം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവനെ വിളിച്ചവൻ പറഞ്ഞു, അതിനെന്താ ചേട്ടാ പെട്ടെന്ന് തന്നെ ക്യാമറയുടെ ഫോട്ടോസും അതുപോലെ തന്നെ അതിൻ്റെ സീരിയൽ നമ്പരും ഒക്കെ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ അയച്ചു കൊടുത്തു. ബാക്കി കാര്യങ്ങൾ നമുക്ക് രാഹുൽ രാജിനോട് ചോദിക്കാം. രാഹുലേ, അപ്പോൾ ഇതാണ് രാഹുലിനെ നിങ്ങൾക്ക് ആർക്കും പരിചയം കാണാൻ വഴിയില്ല. പക്ഷേ രാഹുൽ രാജിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. രാഹുൽ രാജ് വ്ളോഗ്സ് എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ഏതാണ്ട് 20K സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ്. ആനകളും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രോത്സവങ്ങളും ക്ഷേത്ര കലാരൂപങ്ങളുമൊക്കെയാണ് ആ ചാനലിൽ വരുന്നത്. കാണാത്തവർ പോയി കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് രാഹുൽ രാജിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ രാഹുൽ രാജ് ഞാൻ ഈ ഫോട്ടോസ് എല്ലാം വിട്ടുകൊടുത്തു. അതിനുശേഷം രാഹുൽ എന്താണ് ചെയ്തത്? ഞാൻ പിന്നെ ഉടനെ തന്നെ അവരെ വെബ്സൈറ്റിൽ കയറിയിട്ട്, കാരണം നമുക്ക് രാത്രിയെ അവരെ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. അതാണ് രാത്രി ബന്ധപ്പെട്ടാലേ അവിടെ കുറേ വീഡിയോ കണ്ടപ്പോൾ എന്നെ ഇതേ കണക്ക് ഒരുപാട് പേര് പേടിപ്പെടുത്തി. കാര്യം മിക്ക വ്ളോഗേഴ്സും ചെയ്തിരിക്കുന്നത് അവർ 4 മണിക്ക് വിളിക്കും, 3 മണിക്ക് വിളിക്കും. അപ്പോൾ ഞാൻ ആകെ ടെൻഷനായി. അവർ 4 മണിക്ക് വിളിച്ചാൽ ഞാൻ എങ്ങനെ എടുക്കാനാണ്? ആ സമയത്ത് ഉറക്കമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അലാറം വെച്ച് ആ സമയത്ത് ഉണർന്നിരുന്നാൽ തന്നെ അവർ ആ ദിവസം വിളിക്കണമെന്നില്ല. അപ്പോൾ രാഹുലിനെ വിളിച്ചപ്പോഴാണ് രാഹുൽ പറഞ്ഞ് 7 മണിക്ക് അവരെ ബന്ധപ്പെടാൻ പറ്റുമെന്നൊക്കെ രാഹുലിനെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. രാഹുൽ എത്ര മണിക്കായിരുന്നു? ചേട്ടൻ എന്നെ വിളിച്ചത് വൈകുന്നേരം സമയമല്ലായിരുന്നു. ഞാൻ അപ്പോഴും തന്നെ ഞാൻ ഒരു 8 മണി 9 മണിക്ക് വിളിക്കുമല്ല, അവരെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. ഈ ഗോപ്രോയുടെ സീരിയൽ നമ്പർ ഉൾപ്പെടെ വെച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ചാറ്റ് ചെയ്യുക അവരുമായിട്ട്, ഒന്ന് അവരെ കോള് വരുന്നു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിടുമ്പോൾ. അപ്പോൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള മെനക്കേട് കൊണ്ടും അത് എപ്പോഴും ഒന്നും കിട്ടത്തുമില്ല. ഈ കോവിഡ് ആയതുകൊണ്ട് അവർ തന്നെ അതിൽ സൈറ്റിൽ കയറുമ്പോൾ തന്നെ കാണിക്കും അവർക്ക് സ്റ്റാഫുകൾ കുറവാണ്, അതുകൊണ്ട് അവർ ബന്ധപ്പെടുന്നത് നിങ്ങളുടെ വൈകിയൊക്കെ ആയിരിക്കുമെന്ന് അവർ തന്നെ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോൾ ചെയ്യുന്നതാണ്. ഇതിനുള്ളിൽ തന്നെ അവർ എന്നെ വിളിച്ചു. നമുക്ക് അവരായിട്ട് സംസാരിക്കുന്നത് സാധാരണ കുറച്ച് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പറ്റും. പിന്നെ അവര് അമേരിക്കൻ ഇംഗ്ലീഷാണ്. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. പക്ഷെ നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ അവർ പറയും. അവർക്ക് അതിനൊന്നും മടിയൊന്നുമില്ല. അവര് നമ്മൾ ചോദിക്കുന്നതിനെല്ലാം മറുപടി തരും. അപ്പോഴേ അവർ വിളിച്ചു. കാര്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ വെള്ളത്തിൽ വീണതും അപ്പോഴേ അവർ ചോദിച്ചു ക്യാമറ നിങ്ങളുടെ അടുത്തുണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്യാമറ അടുത്തില്ല, പിന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ക്യാമറ എത്തിച്ച് പിറ്റേന്ന് രാത്രി ഞാൻ വീണ്ടും അവരെ ബന്ധപ്പെട്ടു. ഇവർക്ക് നമ്മളൊരു കേസ് കണക്കാണ് നമ്മുടെ സീരിയൽ നമ്പർ. നമുക്കൊരു കേസ് നമ്പർ കിട്ടും. കേസ് നമ്പർ വെച്ചാണ് വീണ്ടും നമ്മൾ അവരെ ബന്ധപ്പെടേണ്ടി വരും. അപ്പോൾ അവർക്ക് ബന്ധപ്പെടുമ്പോഴേ നമുക്ക് ഇന്നലെ പറഞ്ഞ റെക്കോർഡ് അത് കാര്യങ്ങളെല്ലാം അവർക്കറിയാം. അപ്പോൾ അവർ ഇന്നലെ വിളിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ആദ്യം തൊട്ട് പറയേണ്ട ആവശ്യമില്ല. സാധാരണ കസ്റ്റമർക്ക് എവിടെ വരെയാണ് പറഞ്ഞത്. അപ്പോഴവർ ഓക്കെ ഓക്കെ അവർ പിന്നെ പറഞ്ഞ് 10 സെക്കൻഡ് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. പവർ ബട്ടൺ 10 സെക്കൻഡ് ഞെക്കി പിടിക്കുക. അപ്പോൾ ഓണാകാൻ പറ്റുമോ? ഓണായില്ല. പവർ ബട്ടണും പിന്നെ റെക്കോർഡ് ചെയ്യുന്ന ബട്ടൺ ഉണ്ടല്ലേ, രണ്ടും കൂടെ പ്രസ് ചെയ്യാൻ പറഞ്ഞു. 10 സെക്കൻഡ് തന്നെ, എല്ലാം 10 സെക്കൻഡാണ്. ഓണായില്ല. ബാറ്ററി ഊരിയിട്ട് ചാർജിനിടാൻ പറഞ്ഞു. ഓണായില്ല. പിന്നെ
ബാറ്ററി ഊരി ചാർജിന് ഇട്ടിട്ട് പ്രസ് ചെയ്യാൻ പറഞ്ഞു, ഓണായില്ല. ബാറ്ററി ഇട്ട് ചാർജിന് ഇട്ടിട്ട് പ്രസ് ചെയ്യാൻ പറഞ്ഞു, ഓണായില്ല. പിന്നെ അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് വാട്ടർ പ്രൂഫ് ആണ് എന്ന് അത്ര ഇതായിട്ടല്ലേ നിങ്ങളെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, എന്നിട്ട് എന്താണ് ഇങ്ങനെ ഇതാന്ന് വെച്ചു. ഒരു സോറി, എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിത് പറ്റത്തില്ല, നിങ്ങളെ വിശ്വസിച്ച് സാധനം വാങ്ങി ഇപ്പൊ ഒരു കൊല്ലമേ ആയുള്ളൂ, പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴവര് വാട്ടർ പ്രൂഫ് എന്നുള്ള രീതിയിലാണ് ക്ലെയിം ചെയ്തത്. ഇൻസ്റ്റാ 360 അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോഡലിലോട്ടൊക്കെ മാറിയെന്ന്. പക്ഷെ നിങ്ങൾക്കുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഇത് തന്നെ എടുത്തത്, എന്നിട്ട് ഇങ്ങനെ കാണിച്ചത്, ആ രീതിയിൽ സംസാരിച്ചു. അപ്പോഴവര് സോറി സാർ, പക്ഷെ ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ കാള് കട്ട് ചെയ്യാന്ന് തന്നെ വിചാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊട്ടും നിങ്ങൾക്കുള്ള ഇതില് അല്ല എന്ന് പറഞ്ഞ് തന്നെ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊന്ന് വെയിറ്റ് ചെയ്യൂ, ഒരു ചെറിയൊരു കോൺഫറൻസ്, ചെറിയ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും 10-15 മിനിറ്റ് കൂടുതൽ, എനിക്ക് തോന്നുന്നു അരമണിക്കൂർ വെയിറ്റിംഗ് ചെയ്യാൻ. വെയിറ്റ് ചെയ്ത ഒരു 1.5 വെയിറ്റിംഗ് ആയിപ്പോയി. അതിന്റെ ഇടയ്ക്ക് ഒരു സമയം വന്നിട്ട് സാർ വെയിറ്റിംഗിലുണ്ടല്ലോ അല്ലേ ചോദിച്ചിട്ട് വീണ്ടും പോയി. രാഹുൽ ആ സമയത്ത് ലൗഡ് സ്പീക്കർ ഇട്ട് മാറ്റി, എന്തായാലും നോക്കാം, എന്തായാലും വിളിച്ചല്ലോ. അവര് വീണ്ടും വന്നിട്ട് പറഞ്ഞ് ഇത്രയും വെയിറ്റ് ചെയ്തതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് ഓക്കെ മാറ്റിത്തരാം, ഇങ്ങനെ ഇതിന്റെ സ്ലിപ്പും കാര്യങ്ങളും അയച്ചു തരാം, അത് വെച്ച് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാൻ നേരത്തെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഗോപ്രോ അതിന്റെ ബോഡി മാത്രമേ വയ്ക്കാവുള്ളൂ. ബാറ്ററി, മെമ്മറി കാർഡ്, ബാക്കിയുള്ള മൗണ്ട് കാര്യങ്ങളൊന്നും വയ്ക്കാൻ പാടില്ല, വെറും ഡിവൈസ് മാത്രം. പിന്നെ അതിന്റെ കുറച്ച് സ്ലിപ്പും കാര്യങ്ങളും അവരയച്ചു തന്നു, മെയിൽ അയച്ചു. അപ്പൊ അന്ന് വന്നില്ലല്ലേ, പിറ്റന്നാണ് വന്നില്ല. അങ്ങനെ രാഹുൽ വീണ്ടും ബന്ധപ്പെട്ടില്ലേ, വിളിച്ചു. അവര് പറഞ്ഞെന്ന് വെച്ചാൽ ഈ 48 മണിക്കൂറിനകം എന്തായാലും എത്തുമെന്ന് പറഞ്ഞു. അപ്പൊ അവർ അയച്ചു തന്ന സ്ലിപ്പ് ഇതാണ്, ഞാൻ 2 കോപ്പി എടുത്തു. ഇങ്ങനെ ഒരു സ്ലിപ്പ് കാണും, അതുപോലെ ഒരു RMA ഫോം എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടാവും, പിന്നെ കമേഴ്ഷ്യൽ ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ഇൻവോയ്സും ഉണ്ടാവും. ഇതൊന്നും നമ്മൾ പൂരിപ്പിക്കേണ്ട കാര്യമില്ല, ഒന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ UPSുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ എറണാകുളത്ത് മാത്രമേ UPSൻ്റെ ബ്രാഞ്ച് ഉള്ളൂ, നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലൊന്നും ഇല്ലായിരുന്നു, ബ്രാഞ്ച് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അവരെ ബന്ധപ്പെട്ട് ചോദിച്ചു എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ വേറൊരു കൊറിയർ ഓഫീസിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ അത് മുഖാന്തരം അവിടെ നിന്ന് വെറും UPS കൊച്ചിനെന്ന് മാത്രം എഴുതി അവരൊരു 2 പേപ്പർ അയച്ചു തന്നു. അതും നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ അഡ്രസ്സ്, നമ്മൾ അയക്കുന്ന ടൈം, ഡേറ്റ്, പിന്നെ എന്ത് സാധനമാണ് അയക്കുന്നത്, അതെല്ലാം കൂടെ, ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ മുകളിൽ, നമ്മുടെ ഈ ബോക്സിൻ്റെ മുകളിൽ, ആ ബോക്സ് അയച്ച ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ബോക്സിൻ്റെ ഫോട്ടോയാണ്, ഞാൻ അയക്കാനിരിക്കുന്ന ബോക്സിൻ്റെ ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുപോലെ ഒരു ചെറിയ ബോക്സിനകത്താക്കി ഈ ഡോക്യുമെൻ്റ് എല്ലാം കൂടെ പൊതിഞ്ഞ് വേറൊരു കവറിനുള്ളിലാക്കി ഇതിന് മുകളിൽ ഞാൻ റൗണ്ട് ചെയ്ത് റാപ്പ് ചെയ്താണ് അയച്ചു കൊടുത്തപ്പോൾ അവർ UPS കൊച്ചിനെന്ന് മാത്രം എഴുതി അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചിയിൽ വരേണ്ടി വരും, അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം, എല്ലാം ഉണ്ടാവണം, നിങ്ങളുടെ ഫോൺ നമ്പരും എല്ലാ അഡ്രസ്സും എല്ലാം അതിനകത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം അവർ പറഞ്ഞ രീതിയിൽ തന്നെ പാക്ക് ചെയ്തു അയച്ചു. ഏതാണ്ട് ഫെബ്രുവരി 2-നാണ് അയച്ചത്. ഫെബ്രുവരി 16 ആയപ്പോൾ തിരിച്ചെത്തി. അതായത് വെറും 14 ദിവസം കൊണ്ട് തന്നെ സാധനം തിരിച്ചെത്തി. സാധനം എന്താ നമ്മുടെ കയ്യിലുണ്ട്, പൊട്ടിച്ചിട്ടില്ല. നിങ്ങളെ മുമ്പ് വെച്ച് തന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് GoPro ഉണ്ടോയെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ, നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ചുടുവല്ലൊന്നുമല്ല, പുത്തൻ പുതിയ GoPro Max ആണ് വന്നിരിക്കുന്നത്. ബ്രാൻഡ് ന്യൂ സാധനം, സ്റ്റിക്കർ പോലും ഇളവാത്ത സാധനം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് ലെൻസിൻ്റെ ക്യാപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ക്യാപ്പൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ 2 എണ്ണം വാങ്ങിയപ്പോഴും കിട്ടിയായിരുന്നു. അപ്പോൾ മൊത്തം 4 ക്യാപ്പായി. പിന്നെ ബാറ്ററി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു, ബാറ്ററി ഒന്നും ഇല്ല ഇതിനകത്ത്, ഡിവൈസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം, പുത്തൻ പുതിയ സാധനമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, GoProയുടെ കസ്റ്റമർ സർവീസ് നിങ്ങൾക്കേവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. GoProയുടെ കസ്റ്റമർ സർവീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.